ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ എൻ്റെ അനിയൻ ജീവിച്ചിരുന്ന അവർ കൊടുത്തിട്ടില്ല, ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടില്ല. നിങ്ങളിത് അവിടുത്തെ ആശുപത്രി ജീവനക്കാരോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. എന്നിട്ടും കുഴപ്പമില്ലെന്ന് നഴ്സുമാർ പറയുന്നത്. ഒരു ഗുളിക പോലും കൊടുത്തിട്ടില്ല. ഒരു ഇഞ്ചക്ഷനോ ഗുളിക കൊടുത്തായിരുന്നു എന്താ ജീവിച്ചു തന്നെ. 2 പെൺപിള്ളേരാണ്, 2 കോടിയാണ് ജീവിക്കുന്നത്. ഞാൻ അവിടെ ആയിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര വിഷമമായത്. എന്തായാലും ഇപ്പോഴും മരിക്കാനുള്ള ആളല്ല. സുജിയ, ഈ ഇത്രയും സഹനം ഏറ്റപ്പോൾ അവസാനം അടുത്ത സുഹൃത്തായ അൻവർ സാദത്തിനാണ് ഈ മെസ്സേജ് അയച്ചത്. ഈ ഫോൺ വിളിച്ചപ്പോഴും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഈ മെസ്സേജ് അയക്കുന്നതിന് തൊട്ട് മുൻപ്? അവൻ ആദ്യം ഹോസ്പിറ്റലിൽ പോകുന്നത് ഇവിടുന്ന് അടിയന്തരമായിട്ട് എന്നെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ്, അവിടെ ചെന്ന് ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോയത്. വെള്ളിയാഴ്ച രാത്രിയിൽ അവിടെ അടിയന്തരമായിട്ട് അവിടെ എത്തിക്കുകയും എന്നിട്ട് ഇന്ന് വരെ 5 ദിവസമാണെങ്കിലും ഇതുവരെയും എന്നെ ആൻജിയോഗ്രാം ചെയ്തില്ല എന്നുള്ള കാര്യം എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഈ മെസ്സേജ് അയക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആൻജിയോഗ്രാം രാവിലെ വെച്ചിരുന്നതായിരുന്നു. ഇന്നലെ ആൻജിയോഗ്രാം മാറ്റിവെച്ചത് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നില്ല. ആൻജിയോഗ്രാം പിന്നീട് ചെയ്യാം എന്ന വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും മറ്റു പറഞ്ഞതുകൊണ്ടാണ് അവൻ ഈ മെസ്സേജ് എനിക്ക് ഇവിടെ അയച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടൻ ആശുപത്രിയിലുണ്ടായിരുന്നു? ആശുപത്രിയിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെ സമീപനം ഇതായിരുന്നു. പിന്നെ രാത്രി 8:15 മരിക്കുന്നു. അതിനു മുമ്പ് അവന് സുഖമില്ലാതെ വന്നു, അത്യസന്ന നിലയിലായി. അങ്ങനെ പിന്നെ ഭാര്യ കൂടി ചെന്ന് എന്നെ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കാണിച്ചില്ല. അത് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഭാര്യ പരാതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഭാര്യ എന്ന് അവിടെ ചെന്ന് കഥയും മുട്ടിയപ്പോൾ അവർ ഭർത്താവിനെ കാണാൻ സമ്മതിച്ചില്ല. അവസാനമായിട്ട് കാണാൻ പിന്നെ അവർ വെന്റിലേറ്റർ കയറ്റി. പിന്നെ 8:15 പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആൻജിയോഗ്രാം ചെയ്യാൻ വൈകിയതെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു തലവേദന വന്നു, എനിക്ക് ഗുളിക വേണമെന്ന് പറഞ്ഞു. ഗുളിക കൊടുത്തില്ല. അന്നേരം ഇയാൾ കയർത്ത് സംസാരിച്ച് അങ്ങനെ ഡോക്ടർമാർ ഡ്യൂട്ടി കളഞ്ഞു പോയെന്നാണ് എൻ്റെ സഹോദരൻ വിളിച്ച് പറഞ്ഞത്.